അല്ല ഗൈസ്, വീഡിയോ ഫുള്ള് കാണുക കേട്ടോ. നിങ്ങൾ വെറുതെ തുടക്കത്തിൽ ഒരു മിനിറ്റ് 2 മിനിറ്റ് കണ്ടിട്ട് ഞാൻ പിന്നെ പറഞ്ഞ് എന്നെ തെറി വിളിച്ച് പോയിട്ട് കാര്യമില്ല. വീഡിയോ ഫുള്ള് കാണുക. ഞാൻ ഇന്ന് കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊപ്പഗാൻഡ, ഒരു അജണ്ട, ഒരു ഊളത്തരം ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ ഇവിടെ വന്നിരുന്നു കേട്ടോ. വിഷയം രേണുസുതിയാണ്. രേണുസുദീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ രേണുസുദീനെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ അങ്ങനെയല്ല, ന്യൂട്രലായ ഒരു ചാനലിൽ നിന്നുകൊണ്ട് നമുക്കിങ്ങനെ ഒരു കാര്യത്തെ ഡിസെക്റ്റ് ചെയ്തിട്ട് നോക്കാം, അതിനുള്ളൊരു ശ്രമമാണേ. ഓക്കെ, ജസ്റ്റ് നോക്കുകയാണ് കേട്ടോ. അതായത് രേണുസുദീനെ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് വിചാരിക്കുക, ഇഷ്ടമുള്ള ആളുകൾ ഇപ്പുറത്തുണ്ട് വിചാരിക്കുക. ഇഷ്ടമൊക്കെ നല്ല ഇവിടുത്തെ വിഷയം. സംഗതി ഇത്രയേ ഉള്ളൂ. രേണുസുദീനെ ഇഷ്ടമുള്ള ആളുകൾ ഇഷ്ടത്തോടു കൂടി രേണുസുദിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ അവർക്ക് എന്തെങ്കിലും പോസിറ്റീവ് വശം, രേണുസുദീനെ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള എന്തെങ്കിലും സംഗതിയിൽ കണ്ടേക്കാം. പക്ഷേ രേണുസുദീനെ പൊതുസമൂഹം മൊത്തം ഇപ്പോൾ തീരെ ഇഷ്ടമില്ലാത്തൊരവസ്ഥയിൽ വിചാരിക്കുക. അങ്ങനെ നോക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ ഈ ആളുകൾ മൊത്തം രേണുസുദിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാണുമ്പോൾ അതിൽ കുറ്റങ്ങളെ കണ്ടുപിടിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇന്നത്തെ അവസ്ഥയിൽ വ്ളോഗർമാർ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം എന്താ വെച്ചാൽ രേണുസുദീനെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് വ്യൂസ് ഉള്ളത്. അപ്പോൾ ഇവന്മാരെന്താ വെച്ചാൽ സ്വന്തമായിട്ട് ഇവന്മാരും സ്വയം ഒന്നും ചിന്തിക്കൂല. അതായത് ജീവിതത്തിൻ്റെ നമ്മൾ പുറത്ത് റൂമിൻ്റെ ഉള്ളിൽ നിന്നുണ്ട്, അല്ലെങ്കിൽ വലിയ ആകാശത്ത് നിന്നുകൊണ്ട് ഇതിങ്ങനെ പറഞ്ഞിട്ട് അപഗ്രഥിച്ചിട്ട് കാര്യമില്ല. ഒരു ജൈവികമായ ലോകത്ത് ജീവിതത്തിൽ സാധാരണ ആളുകൾ എങ്ങനെ ജീവിക്കണതിൻ്റെ വൈബ് പൾസ് മനസ്സിലായ ഒരാൾക്കാർക്ക് ചില വിഷയങ്ങളോട് സംസാരിക്കുമ്പോൾ കുറച്ചൊരു എമ്പതി വെച്ചിട്ട് ഇടപഴകും. ഇവിടെ ഒരു എമ്പതി ഇല്ലാണ്ടുള്ള റീച്ചിന് വേണ്ടി കാശിന് വേണ്ടി കാണിക്കണം ചില നാറിയ കളികളെയാണ് ഞാനിവിടെ പുറത്ത് കാണിക്കണം എന്ന് വിചാരിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും വ്യക്തികളെക്കുറിച്ച് അവരുടെ ചാനലുകളെക്കുറിച്ച് സംസാരിക്കണം, നിങ്ങളതൊന്നും കാര്യമാക്കണ്ട. എനിക്ക് എന്തെങ്കിലും എക്സാമ്പിൾസ് വെച്ച് പറയണമല്ലോ. അപ്പോൾ പെട്ടെന്ന് ഇതപ്പോൾ തോന്നിയുള്ള 1-2 എക്സാമ്പിൾസ് വെച്ച് കുറച്ച് കാര്യങ്ങളോട് പറയാമെന്ന് വിചാരിക്കണം കേട്ടോ. ഓക്കെ, ഞാൻ ഒരു തമ്പനയിൽ കാണിച്ചു തരാം കേട്ടോ. രേണുസുതി പുതിയ വീടിന് വേണ്ടി ഭീഷണിപ്പെടുത്തുന്നു, മാസ്റ്റർ മൈൻഡ് മനു. ഇനി മനുവിനെതിരെയുള്ള വീഡിയോ എന്ന് വിചാരിക്കരുത് കേട്ടോ, അങ്ങനെയല്ല. ഞാൻ ആ തമ്പനയിൽ നോക്കണം. അപ്പോൾ എന്ത് ഉദ്ദേശം വെച്ചിട്ട് അത് ചെയ്യണ്ടാവും, ക്യാപ്ഷനാണത് കേട്ടോ. നീ എൻ്റെ തമ്പനയിൽ കാണിച്ചു തരാം കേട്ടോ. ഇതപ്പെട്ട വീഡിയോ ആണത്. ഇതാ, രേണുസുതി പുതിയ വീടിന് വേണ്ടി ഭീഷണിപ്പെടുത്തുന്നു, രേണു പണത്തിന് വേണ്ടി എന്തും ചെയ്യും, ക്വസ്റ്റ്യൻ മാർക്ക് പോലും അല്ല, ചെയ്യും എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തിരുന്നു. ഓക്കെ, ഇതിപ്പോൾ ഇനി മറ്റേ ആൾ പറയുന്ന പോലെയാണോ ഉദ്ദേശിച്ചത്, അതോ മാസ്റ്റർ മൈൻഡ് മനു മൂപ്പരുടെ ഒരു കണ്ടെത്തലാണോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും 2 ഊളത്തരാണ്. കാര്യം എന്താ വെച്ചാൽ ഇങ്ങനൊരു സാധനം പുതിയ വീടിന് വേണ്ടി ഭീഷണിപ്പെടുത്തുന്നു എന്ന് ഈ വീട് നിർമ്മിക്കാൻ വേണ്ടി മുൻകൈയെടുത്ത വീണ്ടും പറയുന്നു, ബിസിനസ്മാനായ ഫിറോസ് പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നതായിട്ട് എടുക്കാമെന്നേ പറഞ്ഞുള്ളൂ, അല്ലാണ്ട് പുതിയ വീടിന് വേണ്ടി ഭീഷണിപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ എന്ത് ഊള പരിപാടി വെച്ചിട്ടാണ് മാസ്റ്റർ മൈൻഡ് മനു ഇങ്ങനൊരു സാധനം കൊടുത്തത് എനിക്ക് മനസ്സിലാവണില്ല. റീച്ചിന് വേണ്ടിയിട്ടോ, വേറെ ഒന്നുമില്ല. ഇപ്പോൾ അതങ്ങനെ കേട്ടോ, കാര്യം അങ്ങനെയാണ്. അതായത് റീച്ച് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കിടണം. ഈ അതുലിൻ്റെയൊക്കെ വീഡിയോസ് കണ്ടിട്ട് എനിക്കത് മനസ്സിലാവുന്നത്. അവൻ കളി തുടങ്ങിയിട്ട് കുറേ കൊല്ലം സുധിയെ കൊന്നതാര് അങ്ങനെയൊക്കെയാണ് അവൻ്റെ തമ്പനയിൽ ക്യാപ്ഷനിലൊക്കെ പോണത്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനൊരു സംഗതിയാണ്. ഇതിൻ്റെ കണ്ടൻറ്റ് നോക്കുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് തന്നെ വ്യക്തത ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടാവും. പക്ഷേ അതിലെ വൈബ് ഇതാവും രേണുസുദിനെ കുറ്റപ്പെടുത്തിയിട്ടായിരിക്കും. സ്വതന്ത്രമായി ചിന്തിക്കാനുള്ളതില്ല തോന്നുന്നു. പണയം വെച്ചർക്കാണോ അടിമകൾ, പൊതുസമൂഹത്തിൻ്റെ ഒരു ട്രെൻഡിൻ്റെ കൂടെ പോകുന്നു. ഇപ്പോൾ ആളുകളൊക്കെ രേണുസുദീനെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവന്മാരെ കൂടെയാണ് കൂടുക അല്ലേ. ഇത് ഗോസിപ്പിങ് മാറിത്തരം കാണിക്കണത്. ഇനി ഇതിൻ്റെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ കേട്ടോ. ഞാൻ ഈ മൂപ്പരുടെ കുറച്ച് കാര്യങ്ങൾ, ഫിറോസിൻ്റെ 2 ഇൻ്റർവ്യൂസ് ഇന്ന് വന്നിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ. അതിൽ ഒരു ഇൻ്റർവ്യൂ ഞാൻ കുറച്ച് ഒന്ന് ഓടിച്ച് നോക്കിയിട്ടൊന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയത് അതിൽ ചില കാര്യങ്ങൾ എനിക്ക് കണ്ട് ഡൈജസ്റ്റ് ആയില്ല സംഭവം. അപ്പോൾ നോക്കാം കേട്ടോ. ഇത് കുറച്ച് വലിയൊരു വീഡിയോ ആണ്. എവിടെ അത് കിടക്കണത്? ഇതാ ചെങ്ങായിയുടെ കുറച്ച് കാര്യങ്ങൾ നോക്കാം. നിലാമലരെ നിലാമല. ഇതിപ്പോൾ രേണുസുദീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ അങ്ങനെയല്ല പറയുന്നത്. നമുക്കിത് സ്വതന്ത്രമായിട്ട് ആളുകൾ ചിന്തിക്കാതിരിക്കുമ്പോഴേ അതൊരു സാമൂഹിക വിപത്താണ്, അത്രയേ ഉള്ളൂ. എന്തിനാ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ഇതൊക്കെ? ഇതാ 74 times 5 370. 74 times 6 444. 74 times 7 518. കൊടുക്കുന്ന സാധനത്തിന് ഒരു ക്വാളിറ്റി ഇല്ല, വീടിന് ചോർച്ച എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ പ്രൊഫഷനെ തന്നെ അത് ചോദ്യം ചെയ്യപ്പെടുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല, ബാംഗ്ലൂരും ചെന്നൈയിലും ഇവിടെ എല്ലാം ഞങ്ങൾ പ്രൊജക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അത് വലിയ ഹൈ ലക്ഷറി വീടുകൾ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളൊരു ഇതെന്ന് പറഞ്ഞാൽ തന്നെ
ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ സ്ട്രക്ചറൽ ലൈഫ് ലോങ് വാറണ്ടിയാണ് നമ്മൾ ചെയ്യുന്ന വീടുകൾക്ക് നമ്മൾ കൊടുക്കുന്നത്. ബാക്കി MEPക്കൊക്കെ സർവീസ് വാറണ്ടി നമ്മൾ 3 years കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ സുധിയുടെ വീട് ചെയ്തത്. അല്ലാതെ ഒരു ചാരിറ്റി ചെയ്യുക എന്നുള്ള രീതിയിൽ പൊതുവെ ചാരിറ്റിക്കാർ കൊടുക്കുന്ന ഒരു ടൈപ്പ് വീടെന്നല്ല ഞങ്ങളവിടെ ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള വളരെ ക്വാളിറ്റി ഒരു വീട് തന്നെ ചെയ്തു കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് ഈ ഒരു പോയിന്റിലേക്ക് വരാം കേട്ടോ. ഇവർ ചെയ്ത് നല്ല കാര്യമാണ് കേട്ടോ, നല്ല കാര്യമാണ്. ഞാൻ ആ രീതിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇവിടെ സംസാരിക്കുന്നത്. ഇവിടുത്തെ സംഗതി ഇതാണ്. ഇവർ പറയുന്നുണ്ട് 5ാമത്തെ വീട് എന്താണ് രേണുസുധിക്കല്ല, വീണ്ടും അങ്ങനെ പറയില്ലേ, രേണുസുധിക്കല്ല വീട് ഉണ്ടാക്കി കൊടുത്തുള്ളത്. കൊല്ലം സുധിയുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, മക്കളുടെ പേരിലാണ് വീടുള്ളത്. അപ്പോൾ രേണുസുധി അവിടെ ഇവർ പറയുന്നുണ്ട് കൊല്ലം സുധിയുടെ അമ്മ, കൊല്ലം സുധിയുടെ മക്കൾ, 2 മക്കൾ രേണുസുധി ഇവരവിടെ താമസിക്കണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടാണ് ആ വീട് അവിടെ കൊടുത്തുള്ളത്. അത് കുട്ടികളുടെ പേരിലാണ്. ഇതാണ് സംഗതി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരെപ്പോഴോ എന്തൊക്കെയോ 1-2 പറഞ്ഞപ്പോൾ മറ്റാൾക്ക് ഇവർ തമ്മിൽ എന്തോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നുകൊണ്ടാണ് ഇപ്പോഴുള്ള ഈ ഒരു വിഷയത്തിലേക്ക് ഇത് എത്തിയിറങ്ങുന്നത്. അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ പലരും കളിച്ചിട്ടുണ്ടാവും. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഹീസ് എ പക്ക ബിസിനസ് മാൻ. മൂപ്പരൊരു ബിസിനസ് മാനാണ്. അത് മോശമൊന്നല്ല, ബിസിനസ്സാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ആരോപണങ്ങൾ മൂപ്പരെ ബിസിനസ്സിനെ ബാധിക്കുന്ന അറിയാം. നിങ്ങൾ കോമൺ സെൻസ് ഇത് നോക്കി. ഇപ്പോൾ മൂപ്പര് പറയണ ഒരു സംഗതിനെ ഞാൻ ഒന്ന് ഡിസെക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കട്ടെ കേട്ടോ. സംഗതി ഇതാണ്. ഇത് മൂപ്പരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടൊന്നല്ല കേട്ടോ. മൂപ്പരെ പോലുള്ള ആളുകൾ ഇനി മുന്നോട്ട് വരുന്ന ആളുകൾക്ക് വീട് കൊടുക്കാൻ ആഗ്രഹമാണ് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ നല്ല കാര്യമാണ്. നമ്മളവിടെ പറ്റേണ്ട രീതിയിൽ ചിലർക്ക് വീട് വെച്ച് കൊടുക്കാനാവും, ചിലർക്ക് ഡ്രസ്സ് കൊടുക്കാനായിരിക്കും, ചിലർക്ക് ഓർഫനേജുകളിലോ അങ്ങനെ എവിടെയെങ്കിലും സ്ഥലങ്ങളിൽ പോയിട്ട് ചിലപ്പോൾ കുറച്ച് പൈസ കൊടുക്കാനായിരിക്കും, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനാവും ആഗ്രഹം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളിപ്പോൾ ഇതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമം വന്ന് നിർത്താൻ പോവുകയാണെന്നാണെങ്കിൽ അതും നിങ്ങളുടെ അവകാശമാണ്, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ഓക്കെ, നിങ്ങൾ എന്തായാലും ഇതുവരെ ചെയ്ത് നല്ല കാര്യമാണ്. ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. ആ പോയിന്റിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു വിഷയം പറഞ്ഞു കേട്ടോ. 5ാമത്തെ വീട് എന്താണ് ഈ കൊല്ലം സുധിരെ കുട്ടികൾക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവർ പറയുന്നുണ്ട് സാധാരണ വീടുകൾക്കൊക്കെ 6 ലക്ഷം 7 ലക്ഷമാണ് ചിലവാക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലവാകുന്നത് അല്ലെങ്കിൽ ചിലവാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 20-25 ലക്ഷമാണ് ഈ വീടിന് വേണ്ടി ചിലവായിട്ടുള്ളത്. അതായത് ഇവർ പറയുന്നത് ഇവരുടെ കയ്യിൽ നിന്ന് പൊട്ടിയ കാശും, അതുപോലെ പലരും 5-10 ദിവസമൊക്കെ അവിടെ ഫ്രീ ആയിട്ട് പണിയെടുത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ മെറ്റീരിയൽസ് ഇവരുടെ ഇവിടെ നിന്ന് തന്നെ പോയിട്ടുണ്ട്. അതായത് അവിടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പലരും ഡോറ് ഓഫർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഫ്ലവേഴ്സ് അത് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഫ്ലവേഴ്സ് അവസാനം അങ്ങ് ഓപ്പണായിട്ട് അങ്ങോട്ട് പറയണമില്ല ഒരു രീതിയിൽ. ഏറ്റവും അവസാനം ഫ്ലവേഴ്സ് വേണ്ട, ഞങ്ങൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്ത് കൊടുത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു അഡ്വർടൈസ്മെൻറ്റ് കളി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫ്ലവേഴ്സിൻ്റെ. ഫ്ലവേഴ്സിന് നമ്മൾ നെഗറ്റീവായിട്ട് പറയണതല്ല കേട്ടോ. ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. എന്താ അറിയില്ല, സ്പോൺസർമാർ ഇവിടെ ഉണ്ട്. ഞാൻ കുറച്ച് മുന്നേ അഡ്വർടൈസ്മെൻറ്റ് അത് വിട്, സ്പോൺസർമാർ ഇവിടെ ഉണ്ട്. ഫ്ലവേഴ്സ് ഒന്ന് വരുന്നുണ്ട്, രണ്ടാമത് ഇവരും വരുന്നുണ്ട്. ഈ മൂപ്പര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സ്പോൺസേഴ്സ് നിന്ന് കുറച്ച് പേരൊക്കെ മുന്നോട്ട് നിന്നപ്പോൾ ആ ഒരു സപ്പോർട്ട് നല്ലൊരു വീട് പണിത് കൊടുക്കാനല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ 6-7 ലക്ഷത്തിന് വീട് പണിത് കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് കൊല്ലം സുധിയുടെ മക്കൾക്ക് ഈ വീട് പണിത് കൊടുക്കുമ്പോൾ അത് 20-25 ലക്ഷത്തിലേക്ക് പോയത്? എന്തുകൊണ്ടാണ് ഇവർ 6-7 ലക്ഷത്തിന് ആ ലെവലിൽ കൊടുക്കാതിരുന്നത്? അതിനെ പോസിറ്റീവായ രീതിയിൽ എടുക്കുമ്പോൾ നമുക്ക് തന്നെ എടുക്കും. ഇങ്ങനെയാണ് നല്ല കുറച്ച് സൗകര്യങ്ങൾ ഉണ്ടായിക്കോട്ടെ ചോദിച്ചാൽ. അപ്പോൾ ബാക്കിയുള്ളവർക്കൊന്നും സൗകര്യം വേണ്ട ചേട്ടാ. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ കാര്യമായി ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു കൊല്ലം സുധിയുടെ മരണവും അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു വൈബും സംഗതികളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആ സമയത്ത് കത്തി നിന്നുള്ള ഒരു വിഷയമായിരുന്നു അത്. അതായത് എല്ലാവർക്കും വിഷമമായിരുന്നു. ഈ കേരളം മുഴുവൻ കരഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ വിഷമിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവരിങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ സംഗതി ശരി, അവർക്കൊരു വീട് വെച്ച് കൊടുത്തു. പക്ഷെ ഒരു കാര്യം ആലോചിക്കുക, സ്പോൺസർമാർ ഇനിയും വരുന്നുണ്ടായിരിക്കണം ആ സമയത്ത്. ഓക്കെ, അപ്പോൾ ഇവർ വീട്, അതായത് നേരത്തെ ഇവർ വീട് വെച്ച് കൊടുത്തതിനെ എതിർക്കല്ല ഞാൻ പറയുന്നത്. ഇവർ വീട് വെച്ച് കൊടുത്തു, ഇവർ പറയുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനിങ് ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരു മോഡേൺ രീതിയിലുള്ള വീടാണെന്ന് പറഞ്ഞു. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഒരാൾക്ക് ചാരിറ്റി ആയിട്ട് ഒരു സാധനം കൊടുക്കുമ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മുടെ ഡിസൈനിൽ ചെയ്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ മറ്റുള്ള ആളുകൾക്ക് അവർക്ക് ഇത് ആർക്കാണോ അത് കൊടുക്കുന്നത് അവർക്ക് വേണ്ടത് അങ്ങനെ ഡിസൈനിലുള്ള മോഡേൺ ആയിട്ടുള്ള വീടായിരിക്കില്ല. അവർക്ക് വെള്ളം ഉള്ളിലേക്ക് വരാത്ത രീതിയിലുള്ള, അതേപോലെ സമാധാനത്തോടുകൂടി അടച്ചുറപ്പോടുകൂടി ജീവിക്കാൻ പറ്റുന്നൊരു വീടായിരിക്കും ഒരു പക്ഷേ അവർക്ക് ആവശ്യം. നിങ്ങൾ എത്ര ഡിസൈനിലൂടെ അത് ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് വേണ്ടത് ഈ പറഞ്ഞ മാതിരി ഒരു വർക്ക് ഏരിയയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി വെള്ളം ഉള്ളിലേക്ക് വരാത്ത രീതിയിലുള്ള ഒരു സെറ്റപ്പും ആയിരിക്കും. അതില്ലാത്തൊരവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ നിങ്ങളല്ലേ വീട് പണിയാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നത്, അപ്പോൾ ഇനീഷ്യേറ്റീവ് എടുത്ത്. അപ്പോൾ നിങ്ങളോട് പറയുണ്ടാവില്ല, ഇതാ ഒരു വർക്ക് ഏരിയ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ചെയ്തു തരുമോ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തോട്ടെ. അവർ സാധാരണക്കാരായ മനുഷ്യരാ, നിങ്ങളുടെ ബിസിനസ് പൊളിക്കാൻ വന്നവരൊന്നല്ല. അവരങ്ങനെ സംസാരിച്ച് എന്താ പ്രശ്നം? അപ്പോഴേക്കും നിങ്ങൾ ഞങ്ങൾ ഫ്രീ ആയിട്ട് ഒരു സാധനം ചെയ്ത് കൊടുത്തു, മോഡേൺ രീതിയിലുള്ള വീടാണ് ചെയ്ത് കൊടുത്തത്, അപ്പോൾ അവരിത് പോരാ പറഞ്ഞിട്ട് വിളിക്കുന്നു എന്നൊക്കെ. എന്തിനാ അങ്ങനെ എടുക്കണത്?
ഇതിലൂടെ നിങ്ങളുടെ ബിസിനസ്സിന് ഒരു പ്രൊമോഷൻ കിട്ടിയില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ ഈ മൂപ്പര് ചെയ്ത മോശം നല്ലട്ട പറഞ്ഞു വരുന്നത്. വല്ലാണ്ട് മൂപ്പര് ഇങ്ങനെ ആയിരിക്കും എല്ലാവരും കൂടി രേണുസുധീനെ കുത്തുമ്പോഴേ അത് പറ്റൂലല്ലോ. അതെന്ത് പരിപാടി അത്? ഒരാളെല്ലാവരും കൂടി ഇങ്ങനെ ഒറ്റപ്പെടുത്തുമ്പോൾ നമ്മളതിന് സപ്പോർട്ട് ചെയ്യൂലേ? ഏത് ഒറ്റപ്പെടുത്തപ്പെടുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യൂലേ? അത്ര എടുത്താൽ അത് ഒന്നാമത്തെ പോയിന്റ് കേട്ടോ. ഇവരിത് ഇത്രയും 6-7 ലക്ഷത്തിൽ വീട് പണി തീർക്കും. ഇവിടെ 20-25 ലക്ഷം ബഡ്ജറ്റ് വരുമ്പോൾ വൈ ഒന്നും കാണാണ്ട് ചെയ്യോ? ഇത് വെറുതെ കിട്ടണത് ആ ചക്കക്കുരു കൊണ്ടോന്നല്ലോ വീടുണ്ടാക്കിയറിന്. കാശിനെ വേണ്ടേ? സ്പോൺസേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാലും ഇത് 20-25 ലക്ഷം ഫർണിച്ചർ അടക്കം കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതിലൂടെ അവർക്കൊരു ബിസിനസ് പരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരിക്കും. ആളുകൾ ചർച്ച ചെയ്യില്ല അന്ന ആൾക്കാരാണ് ഇത് കൊടുത്തതെന്നൊക്കെ. ഓക്കെ, ഒന്നാമത്തത്. രണ്ടാമത്തെ കാര്യം ഇവർ പറയുന്നുണ്ട് ജിപ്സം കൊണ്ട് എന്തുകൊണ്ട് വാൾ ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. മെറ്റീരിയൽ ജിപ്സ് ആണോ എനിക്കറിയില്ല കേട്ടോ, അങ്ങനെ എന്തോ പറയുന്നുണ്ട്. അതിൽ ആ ചുമരിൽ ആണി അടിക്കാൻ പറ്റണില്ല എന്ന് രേണുസുധി പറയുന്നുണ്ടായിരുന്നു. അതായത് ഫോട്ടോ തൂക്കാൻ വേണ്ടി ആണി അടിക്കാൻ പറ്റണില്ല എന്ന്. അപ്പോൾ ഇവർ പറയുന്നത് അത് ഡ്രില്ലർ കൊണ്ട് തുളച്ചാലാണ് വരുള്ളൂ എന്ന്. ഓക്കെ, അവർക്കൊരു പക്ഷേ അത് അവർ സാധാരണ മനുഷ്യരില്ല, ആണി കൊണ്ട് ചിലപ്പോൾ അടിച്ചു നോക്കിയിട്ടുണ്ടാവും, ശരിയാവും ഉണ്ടാവില്ലായിരിക്കും, അത് ചിലപ്പോൾ പൊളിഞ്ഞു വരുന്നുണ്ടാവും. അപ്പോൾ ഇത് രേണുസുധി വ്ളോഗിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ആണി അടിക്കാൻ പറ്റണില്ല എന്ന് ഇവരോട് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരൊക്കെ എങ്ങനെ എടുക്കണതെന്ന് അറിയോ? അവിടെ ആണി അടിക്കാൻ പറ്റില്ല പറഞ്ഞു. ഞങ്ങൾ ഇത്രയും കൂളിങ്ങിന് വേണ്ടിയിട്ട് ജിപ്സം കൊണ്ട് ചുമരൊക്കെ ഉണ്ടാക്കി കൊടുത്തു, മോഡേൺ രീതിയിലുള്ള വീടാണ്, എന്നിട്ട് അവർക്ക് ആണി അടിക്കാൻ പറ്റില്ല അത്ര. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങളൊരു സാധനം ഉണ്ടാക്കി കൊടുത്തു, അത് അവർക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആവശ്യം, അതെന്താ പറയുക, അവർക്ക് ആണി അടിച്ച് ഫോട്ടോ തൂക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? നിങ്ങളെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല വേറെ കാര്യം. നിങ്ങൾ നല്ല വിചാരിച്ചിട്ട് ചെയ്ത് ഇതൊരു സംബന്ധിച്ച് ഈ ആരാണോ വീട് ഉണ്ടാക്കി കൊടുക്കണത്, അതുപോലെ ആരാണ് അവിടെ താമസിക്കുന്നത്, 2 പേരുടെ ബാക്ക്ഗ്രൗണ്ടിൽ വ്യത്യാസമുണ്ട്. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അവർക്ക് ചുമരിൽ ഇതൊക്കെ കെട്ടി തൂക്കിയിടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും. കാരണം അവർ മുമ്പ് ജീവിച്ചു വളർന്ന ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് അങ്ങനെയാണ്. സാധാരണക്കാരാണ്. ഒരു കുഞ്ഞ വീട്ടിലാണ് വാടകയ്ക്ക് എന്തുകൊണ്ട് അവർ താമസിച്ചിരുന്നത്, ഓടിട്ട വീട്ടിൽ അല്ലേ? അപ്പോൾ അങ്ങനെ എടുത്തോടെ. അപ്പോഴേക്കും നിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി വരണോ? അങ്ങനെയാണ്. ഓക്കെ. പിന്നെ അവർ പറയുന്നുണ്ട് ആ മോട്ടറിൻ്റെ കാര്യം പറയുന്നില്ല. മോട്ടർ എന്താ കത്തിപ്പോയി, അപ്പോൾ അതും ശരിയാക്കി തരുമോ വെച്ചിട്ട് വിളിച്ചു എന്ന്. എങ്ങനെയാണ് സംസാരിച്ചത് നമുക്കറിയില്ല, വോയിസ് റെക്കോർഡ് നമ്മൾ കേട്ടിട്ടില്ല. ഇവർ പറയുന്നതാണ് മോട്ടറൊന്ന് ശരിയാക്കി തരുമെന്ന്. അവരെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ വീട് വെച്ച് കൊടുത്തില്ല, അപ്പോൾ നിങ്ങളെത്തും ചോദിച്ചാൽ മോട്ടറൊന്ന് ശരിയാക്കി തരുമെന്ന്. കാരണം ഒന്നാമത്തെ കാര്യം നിങ്ങൾ അങ്ങനെ വീട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വകയിൽ നാട്ടുകാർ മൊത്തം നിങ്ങൾ ഇത് അറിഞ്ഞതല്ലേ. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്ത് തരുന്നുണ്ടാവും, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഒരു പ്രൊമോഷൻ കിട്ടും എന്നൊക്കെ അവർ ഒരുപക്ഷെ അവർ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ അവർക്കിത് ചോദിക്കാൻ വേറെ ആരും ഉണ്ടാവില്ലായിരിക്കും, ആരുമായിട്ട് അറിയണത് നിങ്ങളായിരിക്കും. അങ്ങനെ ചോദിച്ചെങ്കിൽ ഇപ്പോൾ എന്താ പ്രശ്നം? നിങ്ങൾക്ക് അയ്യോ അത് പറ്റില്ല, നിങ്ങൾ എൻ്റെ രീതിയിൽ ചെയ്യുമെന്ന് പറയണമെങ്കിൽ ഓക്കെ, അതോടൊരു പ്രശ്നം കിട്ടും. പക്ഷെ ഇത് ഓരോന്നിങ്ങനെ എണ്ണി പറയുമ്പോഴേ ഇതിനെ ന്യൂട്രലായിട്ട് എടുക്കുമ്പോൾ 2 പേരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഇല്ല എന്നാണ് എൻ്റെ ഒരു സ്റ്റാൻഡ് കേട്ടോ. അത് 2. പിന്നെ വേറൊരു കാര്യത്തിൽ പറയുന്നത് സംഭവമുണ്ട്. പിന്നെ എന്താ പറയുന്നത്, എന്തായിരുന്നു അപ്പോൾ എൻ്റെ എന്തായിരുന്നു, വർക്ക് ഏരിയയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് ഏരിയ ഉണ്ടാക്കി തരുമോ, അല്ലെങ്കിൽ വർക്ക് ഏരിയ ഉണ്ടാക്കി തരുമോ, ഞങ്ങൾക്ക് അടുപ്പ് കൂട്ടണം അവിടെ പുറത്ത്, അവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ടാക്കി തരുമോ, വീടിന് വർക്ക് ഏരിയ ഇല്ലയെന്ന്. ഇങ്ങനെയൊക്കെ പക്ഷേ വീടിന് വർക്ക് ഏരിയ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നായിരിക്കും ഇത് ഉണ്ടാക്കി കൊടുക്കണവർക്ക്. അവിടെ താമസിക്കുന്നവർക്ക് ഒരു അടുപ്പ് പുറത്ത് കൂട്ടാൻ വർക്ക് ഏരിയ ആഗ്രഹം ഉണ്ടെങ്കിൽ അതവർ മോശം പറയാൻ പറ്റുമോ? അവരത് ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തപ്പോൾ വിഷയം എന്താ? ഇവിടെ ശരിക്കും ഇത് ആർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വീടുണ്ടാക്കി അറിയാൻ ചോദിക്കുകയാണ്. നിങ്ങളുടെ പ്രൊമോഷന് വേണ്ടിയിട്ടാണോ, നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണോ, ഇത് ആർക്കാണോ കൊടുക്കണത് അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ വീടുണ്ടാക്കി കൊടുത്ത്? അല്ല, അറിയാൻ ചോദിക്കണം കേട്ടോ. നിങ്ങൾ ഒരാൾക്കൊരു സാധനം കൊടുക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞുള്ള സംഗതിയാണ്. ഇപ്പോൾ ഞാനൊരാൾക്ക് ഇപ്പോൾ ചിക്കൻ ബിരിയാണി വാങ്ങിക്കൊടുക്കുക വിചാരിക്കാം. ഓക്കെ, ചിക്കൻ ബിരിയാണിക്ക് ഇപ്പോൾ 120 രൂപയാണ് ചിക്കൻ ബിരിയാണിക്ക് വിചാരിക്കുക. ചില കടകളിലും പല റേറ്റാണ്. 120 രൂപയാണ്. 120 രൂപയുടെ ഒരു ഫുള്ള് ചിക്കൻ ബിരിയാണി. ഇപ്പോൾ ഇഷ്ടംപോലെ റൈസൊന്നും അതിൽ കിട്ടൂല വിചാരിക്കാം. അവർ ഒരു കുറച്ച് റൈസ് 120 രൂപയുടെ ചിക്കൻ ബിരിയാണി ഞാൻ ഇപ്പോൾ ഒരാൾക്ക് ഉണ്ടാക്കി വാങ്ങിക്കൊടുക്കണം. ചോറ് വാങ്ങി വിചാരിക്കുക. എന്തായാലും സാധാരണ ചോറ് ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നതും ചിക്കൻ ബിരിയാണി വാങ്ങുന്നതും ഒരേ റേറ്റ് ചോറിന് റേറ്റ് കുറവായിരിക്കും അല്ലേ? പക്ഷേ നിങ്ങളൊരു കാര്യമല്ലേ കേട്ടോ, ഇവിടെ ഒരു ഹോട്ടലിൽ നിന്ന് ഇവർ കഴിക്കുകയാണെങ്കിൽ ചിക്കൻ ബിരിയാണി ചിലപ്പോൾ അൺലിമിറ്റഡ് റൈസ് ഇല്ലാത്തൊരു സ്ഥലത്തു നിന്നാണ് വാങ്ങി വിചാരിക്കുക. 2 ഒരേ കടയിൽ നിന്നാണ് വിചാരിക്കുക. അപ്പോൾ ചിക്കൻ ബിരിയാണി കഴിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു വിശപ്പ് മാറിയിട്ടുണ്ടാവില്ല. അപ്പോൾ ചോറ് തിന്നിട്ടും ചിലപ്പോൾ വിശപ്പ് മാറിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താ വെച്ചാൽ, വാങ്ങിക്കൊടുത്തപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ ചിക്കൻ ബിരിയാണി വാങ്ങിക്കൊടുത്തു 120 ഉറുപ്പ്യ കൊടുത്തിട്ട് ചിക്കൻ ബിരിയാണി വാങ്ങിക്കൊടുത്തു. എന്നിട്ട് അവർക്കത് വേണ്ടെന്ന് അവരെന്നെ കുറ്റം പറയുന്നു, എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ചെയ്ത്. ഇങ്ങനെ പറഞ്ഞുള്ള അവസ്ഥ എന്താണ്? നിങ്ങൾ കോമൺ സെൻസ് വെച്ചൊന്ന് ആലോചിച്ച് നോക്കി. എനിക്കിത് ഇങ്ങനെ തോന്നണത്, ഇവർ ഇത്രയും കാശ് മുടക്കി ഒരു വീട് ചാരിറ്റി ആയിട്ട് കൊടുത്തു എന്നിട്ട് അതിന് കുറ്റം പറയണം അവരെന്ന്. സോ വാട്ട്?
അവരുടെ അവിടെ ജീവിക്കുന്ന ആളുകളുടെ അവരൊരു ബുദ്ധിമുട്ട് പറഞ്ഞു. അത് ഒരാൾ അവരോട് ചോദിച്ചപ്പോൾ മറുപടി ആയിട്ടാണ് പറഞ്ഞത്. അല്ലെങ്കിൽ അവരൊരു സാധാരണ മനുഷ്യർ ലെവലിൽ തെറ്റും ശരിയെന്ന് ആലോചിച്ചിട്ടുണ്ടാവില്ല. അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റും. അപ്പോഴേക്കും നിങ്ങളതിനെ വലിയ വിഷയമാക്കിയോ? നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കും വിചാരിച്ചിട്ടാ? നിങ്ങളൊരു കാര്യം അറിയിക്കട്ടെ, ഒരു സാധനം നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന സമയത്ത് ആർക്കാണോ അത് കൊടുക്കണത് അയാളുടെ സന്തോഷമല്ലേ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക. അല്ല, സംഭവം ശരിയാണ്. അവരിപ്പോൾ നമ്മളതിന് ശേഷം മനഃപൂർവ്വം നമ്മളെ കരുവേരത്തേക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പ്രതിരോധമായിട്ട് എന്തെങ്കിലും ചെയ്യും. നമ്മൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കണ്ടല്ലേ. ഓക്കെ. ഇതിൻ്റെ വേറൊരു കാര്യം ഞാനിവിടെ എന്താ പറഞ്ഞത്, ഞാൻ അതിലൊരു കമൻറ്റ് ചെയ്തായിരുന്നു ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ. അതിൻ്റെ റിപ്ലൈ എന്ന് പറഞ്ഞു. എന്താണ് ഞാൻ പറഞ്ഞത്? എന്താണ് നുണ പറയുന്നു? ഒരു മിനിറ്റ് നോക്കട്ടെ കേട്ടോ. നുണ പറയാതെ പുതിയ വീടിന് വേണ്ടി കൊണ്ട് ഞാൻ ചിരിച്ചിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട്. സത്യം പറഞ്ഞാൽ ആരും വീഡിയോ കാണില്ല ബ്രോ എന്ന് റിപ്ലൈ എന്ന് പറഞ്ഞു. മാസ്റ്റർ മൈൻഡ് മനു ഇതാ. അപ്പോൾ ഞാൻ അതിനും റിപ്ലൈ കൊടുക്കട്ടെ. എന്താ റിപ്ലൈ കൊടുക്കുക? എന്ത് റിപ്ലൈ കൊടുക്കണം? ഒന്നും കൊടുക്കണ്ട ബ്രോ. നിങ്ങളുടെ ചാനലിനെ കുറിച്ച് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. നിങ്ങളൊരു ഒറിജിനൽ തിങ്കറാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു അല്ലേ. നിരാശപ്പെടുത്തി കമൻറ്റ് കൊടുക്കണം. വേണ്ട, അവിടെ കേട്ടെ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, ഇപ്പോൾ നമ്മുടെ വീഡിയോയുടെ കാര്യമൊക്കെ. പിന്നെ ഇത് പറഞ്ഞു വേറെ സാധനം. ഇപ്പോൾ അവിടെ താമസിക്കുന്നത് കൊല്ലം സുധിയുടെ ഒരു കുട്ടിയും രേണുസുധിയുടെ ആരൊക്കെയാണ്? രേണുസുധിയാണെന്നാണ് പറയുന്നത്. അതിന് അവിടെ ആര് ജീവിക്കണം ആര് താമസിക്കണം നിങ്ങൾ തീരുമാനിക്കണ പോലെയാണോ? നിങ്ങളൊരു വീട് വെച്ചു കൊടുത്തു, അത് പിടുത്തം വിട്ടു. നിങ്ങളെതിരെ പിന്നെ അതിലെന്നെ സ്റ്റിക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ ഫിറോസ് മൂപ്പര് അവരെന്നെ പറഞ്ഞുള്ളൊരു കാര്യമാണ്. ഞങ്ങളൊരാൾക്കൊരു വീട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളത് വിട്ടു, പിന്നെ അവരാണത് ഓർക്കേണ്ടത് എന്ന്. അവർ നിങ്ങളോട് കടപ്പാടുമായിട്ട് ഇങ്ങനെ നടക്കണം എന്നാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഒരേ സഹായിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് കടപ്പാടിട്ടെന്ന് പ്രതീക്ഷിക്കണ്ട. പിന്നെ കടപ്പാട് കൊണ്ട് നടക്കാം. അവരെന്താ നമ്മുടെ അടിമയെ? കടപ്പാട് കൊണ്ട് നടക്കണമെന്നില്ല. ഞങ്ങൾ സഹായിച്ചു. ഇപ്പം നിങ്ങൾ രേണുസുധിയുടെ വീട്ടുകാർ സഹായിച്ചിട്ടുണ്ടെങ്കിൽ രേണുസുധിയുടെ വീട്ടുകാർ നാട്ടുകാരെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടാവും അവരെ കൊണ്ട് പറ്റേണ്ട രീതിയിൽ. ഞാൻ ഇപ്പോൾ ഒരാൾക്ക് 500 രൂപ കൊടുത്തെങ്കിൽ ഇപ്പുറത്തെ ഒരാൾ ആർക്കാണ് ഞാൻ 500 രൂപ കൊടുക്കണം, അയാൾ ചിലപ്പോൾ ഒരാൾക്ക് ഒരു 100 രൂപ കൊടുക്കാൻ അയാൾക്ക് പറ്റുന്നുണ്ടാവുള്ളൂ. ചിലപ്പോൾ അയാളത് ചെയ്യുന്നുണ്ടായിരിക്കും. ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് അയാളുടെ ഇഷ്ടമാണ്. നമ്മളൊരാളെ സഹായിക്കുന്നത് അയാളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടും ആർക്കാണോ കൊടുക്കുന്നത് ആർക്കാണോ ഈ സഹായം കൊടുക്കപ്പെടുന്നത് അയാളുടെ സന്തോഷത്തിനും നമുക്ക് അതിലൊരു സാറ്റിസ്ഫാക്ഷനൊക്കെ വേണ്ടിയിട്ടല്ലേ. പിന്നെ അത് പിടുത്തം വിടേൻ. ശരിയാണ്. ഇവിടെ രേണുസുധി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവർ ബിസിനസ്സിന് ബാധിച്ചു, ആളുകൾക്ക് കസ്റ്റമേഴ്സിന് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാവും. അതായത് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം ആവണേൽ അപ്ലിക്കേഷൻ ചോർച്ച ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ പ്രശ്നമാണ് എന്നൊക്കെ. അത് മൂപ്പര് പറഞ്ഞ പോയിൻ്റ് കേട്ടോ. ഞാൻ സമ്മതിച്ചു, അങ്ങനെ പറഞ്ഞ വിഷയമാണ്. അതുകൊണ്ട് ഇവരുടെ ഒരു കാര്യം, ഇവരുടെ ഒരു പ്രതിരോധമായിട്ട് ഇവർ മുന്നോട്ട് വന്നു നല്ല സംഗതി പറയുന്നത്. അപ്പോൾ കേരള സമൂഹം മൊത്തം എടുത്തു രേണുസുധിനെ കൂടുതൽ വിമർശിക്കാൻ കുത്തി സംസാരിക്കാൻ തുടങ്ങി, ഒറ്റപ്പെടുത്താൻ തുടങ്ങി. സൈബർ ബുള്ളിങ് വന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഇവർ വേറെ കുറേ കാര്യങ്ങളാണ് കയറ്റി വിടുന്നുണ്ട്. എന്താ ഇവർ പറയണത്? എങ്ങനെ അവിടെ താമസിക്കുന്നവരാണ്, അതിനൊക്കെ എന്തെങ്കിലും പ്രശ്നം എന്താ? അവരത് പറഞ്ഞു ഇത് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. പിന്നെ എൻ്റെ വേറൊരു വിഷയം പറഞ്ഞിട്ടുണ്ടല്ലോ, ആ വീട്ടിൽ വെച്ചിട്ട് എന്താ ഓണത്തിന് ഓണസദ്യ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ആൾക്കാർ വിളിച്ചു. അപ്പോൾ ഇവരുടെ വീട് വെച്ച് കൊടുത്ത ഓരോ പ്രൊമോഷന് വേണ്ടിയിട്ട് സാറും വരണോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പരിപാടി നടത്തണം. അപ്പോൾ ഇവർ പറഞ്ഞിട്ട് ഓക്കെ ഞാൻ അങ്ങോട്ട് വരുന്നില്ല, ഞാൻ ഫോണിലൂടെ ടെലിഫോൺ ത്രൂ സംഗതി അങ്ങനെ ഒരു ബൈറ്റ് തരാം എന്ന് പറഞ്ഞു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നീട് ഇതേ യൂട്യൂബുകാർ ഇവർ വിളിച്ച് പറഞ്ഞു അത്രയും രേണുസുധി പറഞ്ഞു അത്രയും അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്തണമെങ്കിൽ പ്രൊമോഷൻ നടത്തണമെങ്കിൽ 15,000 രൂപ വേണമെന്ന്. അത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇതിൽ കേൾക്കുമ്പോഴേക്ക് അതിവൈകാരികമായിട്ടൊന്നും പ്രതികരിക്കണ്ട, ന്യൂട്രലായി നിന്നിട്ടൊന്ന് ശാന്തമായിട്ട് നമ്മളൊന്ന് കേട്ടോക്കിയാലത്. രേണുസുധിയുടെ വീട്ടുകാർ ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു സ്റ്റേജിലായിരുന്നു അല്ലേ, ജോലി ഇല്ലാണ്ട് കഷ്ടപ്പാട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരൊരു വീട് അവിടെ വെച്ച് കൊടുത്തു, നല്ല കാര്യം. അതിൽ ഇവർക്ക് ബിസിനസ്സിന് ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു. കാരണം ആൾക്കാർ വീട് വെച്ച് കൊടുത്തു അല്ലേ, അങ്ങനെ ഒരു സംഗതി ഉണ്ടാവില്ലേ. അത് ഇവർ ബിസിനസ്സിനെ ഒരുപാട് എൻഹാൻസ് ചെയ്തിട്ടുണ്ടാവില്ലേ, മുന്നോട്ട് എടുത്തിട്ടുണ്ടാവില്ലേ, കുറച്ച് കൂടുതൽ ആൾക്കാർ ഇവരെ ബിസിനസ്സിലേക്ക് വന്നിട്ടുണ്ടാവില്ലേ. അതായത് ഇവർ ബിസിനസ്സിനൊരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ടാവില്ലേ, ഇവർക്കൊരു പ്രൊമോഷൻ ആയില്ലേ. ഓക്കെ, ഇനി ആ വീട്ടിൽ വെച്ച് ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ, ഇപ്പോൾ ഓണത്തിന് പരിപാടി, വിഷുവിന് പരിപാടി, സംക്രാന്തി ആണ്ടിന് പെരുന്നാളിനൊക്കെ ഓരോ പരിപാടി നടത്തൂല എന്ന് എന്തുറപ്പ്? അല്ല, അങ്ങനെ നടത്തിയും കൊണ്ട് കുഴപ്പമൊന്നുമില്ല, അവരവിടെ ജീവിക്കണവരല്ലേ. അപ്പോൾ എന്താ വെച്ചാൽ
ഇവർക്ക് വീണ്ടും ഒരു പ്രൊമോഷന് വേണ്ടി അവിടെ ചെയ്യുമ്പോൾ അവർ ഒരു 15,000 രൂപയല്ലേ എന്തോ ആയിക്കോട്ടെ, 1 രൂപയോ 15,000 രൂപയോ അവർ അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഇവർക്കെതിരാവുന്നത്? അതായത് ഇവരുടെ ഒരു പ്രൊമോഷൻ അവർ തടയുകയാണോ ചെയ്തത്? അവരുടെ വീട്ടിൽ വെച്ചിട്ടല്ലേ ഇത്. നിങ്ങൾ അവർക്കൊരു വീട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഓണർ ആരാ? നിങ്ങളാ? അല്ലല്ലോ, നിങ്ങൾ അവർക്ക് കൊടുത്തതല്ലേ, ഉണ്ടാക്കി കൊടുത്ത വീടല്ലേ ഇത്. അവരല്ലേ അതിൻ്റെ ഓണർ. അപ്പോൾ അവരുടെ വീട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ അത് നിങ്ങളുടെ പ്രൊമോഷന് വേണ്ടിയിട്ടല്ലേ ചെയ്യണത്. അപ്പോൾ അവരുടെ വീട്ടിൽ വെച്ച് ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ അവർ 15,000 രൂപ വേണം പറഞ്ഞാൽ എന്താ പ്രശ്നം? എന്താ നിങ്ങളുടെ പ്രശ്നം എന്താണ്? പിന്നെ വേറെ കാര്യങ്ങൾ മനസ്സിലാക്കുക, അവർ ജീവിക്കാൻ തന്നെ കഷ്ടപ്പെടുന്ന ആളുകളല്ലേ. അവരൊരു 15,000 രൂപ കൊണ്ട് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ആ സമയത്തേക്ക് ഒന്ന് രേണുസുതി ഇങ്ങനെ വൈറലൊന്നായിട്ടില്ല തോന്നുന്നു. അവർ ജോലി ഇല്ലാണ്ട് നിൽക്കണ ഒരു സ്റ്റേജൊക്കെ തോന്നുന്നു. ജീവിക്കണ്ടേ? അവരങ്ങനെ പറഞ്ഞാൽ എന്താ പ്രശ്നം? വിഷയം എന്താ? അപ്പോഴേക്കും ഇങ്ങക്ക് അതാണ്ട് കൊണ്ടു അല്ലേ, ഈഗോ. എന്താ ഇതൊക്കെ പറയാം? പിന്നെ ഇതിൻ്റെ വേറെ വിഷയം ഉണ്ടല്ലോ, ഈഗോ ആവണമെന്നില്ല കേട്ടോ, മൂപ്പർക്ക്. പക്ഷേ എനിക്കത് കാണുമ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയണം. പിന്നെ ഇതിൽ എങ്ങനെ എന്തൊക്കെ കുറേ സാധനം പറഞ്ഞു നോട്ടഞ്ഞടുത്ത്. ഫർണിച്ചറും അതേപോലെ തന്നെ കോമ്പൗണ്ട് വാളും അതേപോലെ ലാൻഡ്സ്കേപ്പിങ്ങും ചെറുതായിട്ട് മുറ്റത്ത് ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തു കൊടുത്തത്. എല്ലാം ചെയ്തിട്ട് ഞങ്ങൾ ചെയ്തു കൊടുത്തത്. വൈ? നിങ്ങളെന്താ മറ്റു വീടുകളിലൊന്നും ചെയ്തു കൊടുത്തില്ല, ഇതിന് മാത്രം ചെയ്തു കൊടുത്തു? പ്രത്യേക സ്നേഹമായിരുന്നോ കൊല്ലം സുധീരെ വീട്ടുകാരോടും കുട്ടികളോടൊത്തൊക്കെ? നിങ്ങളിങ്ങനെ നല്ലൊരു വീട് അവിടെ പണിത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു റെക്കഗ്നീഷൻ നിങ്ങൾക്ക് സമൂഹത്തിൽ കിട്ടും. അതിപ്പോൾ ഫ്ലവേഴ്സാണ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഫ്ലവേഴ്സിന് കിട്ടും, നിങ്ങളാ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. വേറെ ആൾക്കാരെങ്കിലും ഒരു 10 ദിവസം അവിടെ പണിയെടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ശരിയാണ്, അവർക്കൊരു സന്തോഷം, ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒക്കെ കാര്യമുണ്ട്. ഈ ഫ്രീ ആയിട്ട് ഒരാൾ വെറുതെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവരൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉടായിപ്പോഴത്തേരുണ്ടായിരിക്കും. എന്ത്, ഞങ്ങൾ ഫ്രീ ആയിട്ടല്ല ചെയ്ത് കൊടുക്കുക, കണ്ട ഞങ്ങൾ സഹായിച്ചു അവരെ. എന്ത് നമ്മൾ പലരും പറയുന്നുണ്ട് ഇടത് കൈ വലത് കൈ കൊടുക്കണത് ഇടത് കൈ അറിയരുത്. അങ്ങനെ ചെയ്തില്ലെങ്കിലും നമ്മളിതന്നെ നമ്മളിപ്പോൾ ഉടമകളായി, അവർ അടിമകളായി. ഒരു മാനസികമായിട്ട് ഇപ്പോഴും ഹൈറാർക്കിക്കൽ സാധനമാണ് ഇതിൽ കളിച്ചുകൊണ്ടിരിക്കണത്. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കുക, അവർ ചോർച്ച ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെ സാധാരണ മനുഷ്യരുടെ രീതിയിൽ ഒരു ചോർച്ച ഉണ്ടോ ചോദിച്ചാൽ ചോർച്ച ഉണ്ട് പറഞ്ഞു, വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് വീഴുന്നുണ്ട് എന്ന് പറഞ്ഞ് അതിനായിരിക്കും അവർ ചോർച്ച എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇവരതിനെ ചോർച്ച ഉണ്ട് എന്ന് പറഞ്ഞൊരു വീട് ചോർച്ച ഇല്ല എന്ന് ഇവർ പറയണം. അതിലൊന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടി രേണുസുതി തന്നെ കേട്ടോ. ചോർച്ചയാണോ അതോ വെള്ളം ഉള്ളിലേക്ക് വീഴുന്നുണ്ടോ എന്നാണ്. രണ്ടായാലും ചോർച്ച എന്നുള്ള രീതിയിൽ അവർ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ ആയിരിക്കും തോന്നുന്നു കേട്ടോ, ഉള്ളിലേക്ക് വെള്ളം വീഴുന്നുണ്ടെന്ന്. അപ്പോൾ ഒരു ഗ്ലാസ് അവിടെ ഇടേണ്ട കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. 2,500 3,000 3,500 എന്തോ വിലയുള്ള ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, ഈ 2,500 രൂപയ്ക്ക് ഇവർ രേണുസുതിക്ക് വേണമെങ്കിൽ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്തിട്ട് അവിടെ ചെയ്യാം, ഓക്കെ. അതല്ല, അത് സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സ്പോൺസർ ചെയ്യാൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും കാശ് ചിലവാക്കിയിട്ട് ആൾക്കാർ ഈ വീട് വെച്ച് കൊടുത്തില്ലേ, അപ്പോൾ ഇനി 2,500 സ്പോൺസറിന് വേണ്ടി വേറെ ആരെങ്കിലും അവിടെ വന്നിട്ട് വീഡിയോ എടുക്കുക, ഞങ്ങൾ സ്പോൺസർ ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്രെഡിറ്റ് അവർക്ക് പോയി എന്നുള്ള രീതിയിൽ വിഷമം നിങ്ങൾക്ക് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചോദിച്ചതെങ്കിലോ ഒരു ഗ്ലാസ് ഇട്ട് തരുമെന്ന്, അല്ലെങ്കിൽ ചോറിനുണ്ടാവും ശരിയാക്കി തരുമെന്ന്. പിന്നെ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്തിട്ട് തന്നെ രേണുസുതി ഇത് ഗ്ലാസ് ഇടണമെന്ന് നിർബന്ധമല്ലോ ഉണ്ടോ? സ്പോൺസർ വന്നിട്ട് ചെയ്ത് കൊടുത്ത എന്താ വിഷയം? കാരണം അവരൊരു സെലിബ്രിറ്റിയാണ്, അവർക്ക് നല്ല വിസിബിലിറ്റി ഉള്ള ഒരാളാണ്. ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു പേരും പറഞ്ഞിട്ട് അവർക്കൊരു എന്താ പറയുക, എന്തെങ്കിലും ഒരു സാധനം അവിടെ വാങ്ങിക്കൊടുക്കാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ആളുകൾ വരും, ഓക്കെ. ഇവരൊരു ബുദ്ധിമുട്ട് പറയണമെങ്കിൽ ചെയ്തു കൊടുക്കാൻ ആളുകളുണ്ടായിരിക്കും അവിടെ. ശരി, അതിലിപ്പോൾ എന്തത്ര മോശമുള്ളത്? അതായത് രേണുസുതിക്ക് അല്ലെങ്കിൽ കൊല്ലം സുധിയുടെ കുടുംബത്തിനൊരു വീട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു വീട് കൊടുത്തു എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടായിട്ടില്ലേ? ഇല്ല എന്ന് പറയട്ടെ, ഗുണമുണ്ടായിട്ടില്ല നിങ്ങൾക്ക്. കാശ് ചിലവാക്കി ഇത്ര കഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. ഇക്കഥ മനസ്സിലാവാത്ത ശരിക്കും നമ്മുടെ ഒരു ക്രെഡിബിലിറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനെ ചോദ്യം ചെയ്യുന്നതാണ്. ഇതിൽ വിഷമമുണ്ട് കേട്ടോ, ഇവരെ വിശ്വാസ്യത ചോദ്യം ചെയ്യും പറഞ്ഞാൽ അതിൽ എനിക്ക് വിഷമമുണ്ട്. പറയുമ്പോൾ ഞാൻ മൂപ്പര ഭാഗത്താണ്. എനിക്ക് ഇത് കമ്മ്യൂണിക്കേഷൻ്റെ വിഷയമാണെന്ന് തോന്നുന്നു, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ഞാൻ കണ്ടിരുന്നു, വളരെ ഇമോഷണൽ ആയിട്ട് അതിനകത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഇനി ഞങ്ങൾ ഈ പരിപാടിക്കില്ല എന്നൊക്കെ പറഞ്ഞ്. അതെന്താന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഒരാൾക്കൊരു സഹായം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മറക്കണം എന്നാണ് പൊതുവെ പറയുന്നത്. ഞങ്ങൾ 5ാമത്തെ വീടാണ് ചെയ്യുന്നത്. ഈ 5 വീട്ടുകാരായിട്ട് ഞങ്ങൾ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കോൺടാക്ട്സ് അല്ലെങ്കിൽ ആ വീട്ടിലേക്ക് പോവുകയും ചെയ്തിട്ടില്ല. പക്ഷേ ഈ 4 വീട്ടുകാരും ഞങ്ങൾ ഇടയ്ക്ക് വിളിക്കാറും സംസാരിക്കാറൊക്കെ ഉണ്ട്. അവരൊന്നും ഞങ്ങൾ ഇതുവരെ അടുത്ത് ഒരു നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞില്ല. അപ്പോൾ അവരെപ്പോഴും സന്തോഷം തന്നെയാണ് ഞങ്ങളുടെ അടുത്ത് പ്രകടിപ്പിക്കാറ്.
അപ്പോൾ ഇത് 5ാമത്തെ വീട് ഞങ്ങൾ അതിമനോഹരമായി ചെയ്തു കൊടുത്തൊരു വീട്, നല്ലൊരു വീട് ചെയ്തു കൊടുത്തിട്ട് നെഗറ്റീവായിട്ടൊരു പബ്ലിസിറ്റി ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹർട്ടായി. നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ട് നമ്മൾ അതൊരു തീരുമാനം എടുത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഹർട്ടായി, ഭയങ്കരമായിട്ട് ഷോക്ക്ഡായി പോയി. അപ്പോൾ അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ളൊരു ചാരിറ്റിയോ അല്ലെങ്കിൽ ഒരു വീട് നിർമ്മാണമോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലെ സഹായങ്ങളോ ഒന്നും കൂട്ടായ്മയിലൂടെ ചെയ്യേണ്ട അല്ലെങ്കിൽ കൂട്ടമായിട്ട് ചെയ്യേണ്ട. ഓരോരുത്തർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ചെയ്യാം. ഇപ്പം ഞാനെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇൻഡിവിജ്വലായിട്ട് ചെയ്യാം, വളരെ രഹസ്യമായിട്ട് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ. അതെ, ഇപ്പൊ ഇതൊരു കൂട്ടായ്മയുടെ റിസൾട്ട് ആയിരുന്നല്ലോ ആ വീടെന്ന് പറയുന്നത്. ചേട്ടൻ മാത്രമല്ല, കൂടെ ഒരുപാട് പേര് നിന്നിട്ട് ചെയ്തൊരു വീടാണ്. അപ്പൊ ബാക്കിയുള്ളവര് രേണുവിന്റെ ഒരു പ്രതികരണം കണ്ടപ്പോ കോണ്ടാക്ട് ചെയ്തിരുന്നോ, എന്തെങ്കിലും പറഞ്ഞു? ബാക്കിയുള്ളവർ പലരും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ടൈൽ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ വളരെ സങ്കടകരമായിട്ടാണ് സംസാരിച്ചത്. അവരെൻ്റെ അടുത്ത് പറഞ്ഞ് ചലിക്ക, ഞങ്ങളവിടെ ലാസ്റ്റ് ഫിനിഷിംഗ് വർക്ക് നടക്കുന്ന സമയത്ത്, ടൈൽ ടച്ചിങ് ഒക്കെ നടക്കുന്ന സമയത്ത് രേണു വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഉമ്മർത്ത് ചവിട്ടിയില്ല, ബാക്കിൽ ചവിട്ടിയില്ല, നിങ്ങളെന്താ ചവിട്ടി ഒന്നും കൊണ്ടുവന്ന് തരില്ല എന്നൊക്കെ ഞങ്ങളടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അവിടെ അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇവരെ അടുത്ത് ഞങ്ങൾക്ക് മറ്റേ ചവിട്ടൊന്നും കൊണ്ടുവന്ന് തരുന്നില്ലേ എന്ന് ചോദിച്ചു എന്നുള്ളത്. നമ്മളിതിൻ്റെ ടോണൊന്ന് മാറ്റി വയ്ക്കും. അല്ല, അവിടെ രേണുസുതി പൊതുവെ സംസാരിക്കേണ്ട ആളുകൾക്ക് പലർക്കും ഇഷ്ടമല്ല. അവരിങ്ങനെ വെട്ടി തുറന്ന് ഇങ്ങനെ പറയാല്ലേ, അത് ഓരോരുത്തർ രീതിയല്ലേ. അപ്പോൾ അവർ ഞങ്ങൾക്ക് ചവിട്ടി കൂടി ഒന്ന് കൊണ്ടുവന്ന് തരുമോ, കൊണ്ടുവന്ന് തരൂല്ലേ അങ്ങനെ ചോദിച്ചാണെങ്കിലോ വേറൊരു ടോണിൽ ഇങ്ങനെ പറയാം. ഇദ്ദേഹം പറയുന്നതൊക്കെ ഇങ്ങനെയാണെന്നാണ് തോന്നുന്നത്. എങ്ങനെ അറിയും? ഞങ്ങൾക്ക് ഇവിടെ ചവിട്ടി ഒന്നുമില്ല, ഞങ്ങൾക്ക് ചവിട്ടി മര്യാദകൾ കൊണ്ടുവന്നോളി, അങ്ങനെയാണോ? അതും രേണുസുതി ഇങ്ങനെ പറയണമായിരുന്നു, ഞങ്ങൾക്ക് ഇവിടെ ചവിട്ടിയൊന്നുമില്ല, ദയവ് ചെയ്ത് ചവിട്ടി കൊണ്ടുവന്ന് തരാം എന്നാണോ? അപ്പോൾ നിങ്ങൾ എന്ത് ഉദ്ദേശിക്കണേ? അവർ ഏത് സമയം തമ്പുരാനെ ഞക്കത്ത് കൊണ്ടുതരി അങ്ങനെ പറയണമെന്നാണ് ഉദ്ദേശിക്കണത്? എന്താ ഉദ്ദേശിക്കണത്? കിട്ടുന്നത് ഇപ്പോഴാണ് അവർ പിള്ളേരൊക്കെ എൻ്റെ അടുത്ത് പറയുന്നത്. പിന്നെ മറ്റേ ഇവര് സ്ട്രക്ചർ ചെയ്ത ആൾക്കാർ വർക്കേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു, ആ ചേട്ടൻ്റെ അടുത്ത് നമ്മൾ നനയ്ക്കാൻ പറഞ്ഞു, അത് രേണുവിൻ്റെ ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ സുഖമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോഴാണ് ഓരോരുത്തർ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ശരി, ഇതൊക്കെ ഒരു പോയിൻ്റാണ്. സുഖമാണെന്ന് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ എന്തിനും ഇതിന് നെഗറ്റീവായിട്ട് എടുക്കുന്നത്? ആൾക്ക് വയ്യാത്തൊരവസ്ഥയിലാണെങ്കിലോ? എല്ലാ ആൾക്കാരും തെറ്റായി പോയി എന്നൊരു തോന്നല് പൊതുവെ എല്ലാവർക്കും വന്നിട്ടുണ്ട്. ഈ പറയുന്ന പലർക്കും മുൻപ് തന്നെ തോന്നി തുടങ്ങിയിരുന്നത് ആ ഒരു സംഭവം, രേണുവിൻ്റെ ഈ റീൽസും മറ്റുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറയാറുണ്ട്, പേഴ്സണലായിട്ട് രേണു എന്തെങ്കിലും ചെയ്യട്ടെ, നമ്മളതിനെ കുറിച്ചിട്ട് ഇൻവോൾവ് ആവേണ്ട ആവശ്യമില്ല. അത് രേണുവിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്, നമ്മളതിനകത്ത് മൈൻഡ് ചെയ്യേണ്ട. പക്ഷേ ഇതുകൂടെ വന്നപ്പോൾ എനിക്ക് ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഞാൻ ഇത്രയും രേണുവിനെ സപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മളൊരു സ്ത്രീനെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിലൂടെ നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ എൻ്റെ പിന്തുണ കൊടുത്തിരുന്നത്. പക്ഷേ രേണുവിൻ്റെ അടുത്ത് ഒരിക്കലും നമ്മളത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചവരുമുണ്ട്, ചോദിക്കാൻ മനസ്സിൽ വെച്ചിട്ട് ചോദിക്കാൻ പറ്റാത്തവരുമുണ്ട്. എല്ലാവരും ചോദിക്കുന്നുണ്ട്, വേണ്ടായിരുന്നു എന്ന് തോന്നില്ലേ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഫേസ്ബുക്ക് വീഡിയോന്റെ താഴെയും കുറെ കമന്റ്സ് വന്നിട്ടുണ്ട്. അതായത് അർഹതപ്പെട്ടവർക്കല്ല അത് കൊടുത്തത്, രേണു അത് അർഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പേഴ്സണലി അങ്ങനെ ഒരു കുറ്റബോധം ഉണ്ടോ? വേണ്ടിയിരുന്നില്ല, അവർക്ക് കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, നമ്മളന്ന് കൊടുക്കുന്ന സമയത്ത് അവർ അർഹർ തന്നെ ആയിരുന്നു. ഒരു ആസ്പെക്ടോ ഷീറ്റിനകത്ത് വളരെ ബുദ്ധിമുട്ടി, വളരെ വിഷമിച്ച്, വളരെ കഷ്ടപ്പെട്ട് താമസിക്കുന്ന ഒരു കുടുംബം തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതായിരുന്നില്ല അവിടെ നടന്നത്. കാരണം വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മകൻ മരിച്ചു കഴിഞ്ഞാൽ അവിടെ അനാഥാവുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തിൻ്റെ അമ്മയും അല്ലെങ്കിൽ അച്ഛനും കൂടെയാണ്. അതായത് ഒരു മകനാണ് ഒരു കുടുംബത്തിൻ്റെ വരുമാനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു വെച്ചാൽ അവിടെ രേണുവിൻ്റെ 2 മക്കളും അതേപോലെ തന്നെ സുധിയുടെ അമ്മയും അവിടെ താമസിക്കുമെന്നായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷെ അതെല്ലാം തകിടം മറിഞ്ഞു. അവിടെ അങ്ങനെയല്ല ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. രേണുവിൻ്റെ ഒരു മകൻ കിച്ചു കൊല്ലത്താണ് താമസിക്കുന്നത്. സുധിയുടെ അമ്മ കൊല്ലത്താണ് താമസിക്കുന്നത്. ഇവിടെ കംപ്ലീറ്റ് രേണുവിൻ്റെ ചേച്ചി അവരെല്ലാവരും കുടുംബക്കാർ മൊത്തം അവിടെ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ചർച്ചകൾക്ക് കൂടുതൽ ആക്കം വെച്ചത് കിച്ചുവിൻ്റെ ഒരു വീഡിയോ വന്നിരുന്നു. അതിനകത്ത് ആ വീടിന്റെ ശോചനീയാവസ്ഥ നമുക്ക് വളരെ വിസിബിൾ ആയിട്ട് കാണാം. ആ വീഡിയോ കണ്ടപ്പോൾ എന്താ തോന്നിയത്? നമുക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ ഹൗസ് വാമിങ്ങിന് ഞങ്ങൾ പോകുന്ന സമയത്ത്, ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്ത വീടുകൾ ഹൗസ് വാമിങ്ങിന് പോകുന്ന സമയത്ത് പേഴ്സണലി അങ്ങോട്ട് ആരെങ്കിലും ഈ ചെരുപ്പിട്ട് കയറും ഹൗസ് വാമിങ്ങിൻ്റെ ആണ്. അത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം ഉണ്ടാവാറുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ അതുവരെ നമ്മൾ ഒരുപാട് സ്നേഹിച്ച് ഒരുപാട് ഇഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു വീടിനകത്തോട്ട് ചെരുപ്പിട്ടിട്ട് ഒരാൾ കയറി നടന്ന് നമുക്ക് വിഷമം. ചില സമയത്ത് ഞാനൊക്കെ പലരോടും പറഞ്ഞിട്ടുണ്ട്. ഈവൻ അവർ ആ വീട്ടിലെ ഗസ്റ്റ് ആണെങ്കിൽ പോലും ഞാൻ പോയി പറയും, ചേട്ടാ ചെരുപ്പ് നയിച്ച് പുറത്ത് വെച്ചുകൂടെന്ന് പറയുമ്പോൾ ചില ആൾക്കാരെ അയച്ചു വെക്കാറുണ്ട്. ഈ വീട് ഇങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. എന്താ വെച്ചാൽ ഞങ്ങൾ ഒരുപാട് സ്നേഹിച്ച്, ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട്, വളരെ ഒരു ഫീലിങ്ങുള്ളൊരു വീടാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ളത്. ആ വീട് ഇങ്ങനെ അലങ്കോലായി കിടക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് തോന്നിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രീ കിട്ടിയ ഒരു സാധനമല്ല, അല്ലെങ്കിൽ സൗജന്യമായിട്ടൊരു കിട്ടിയ സാധനമല്ല, അത് ഇങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി എന്നുള്ളൊരു തോന്നലായിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ അറിവില്ലായ്മ ആയിരിക്കാം.
നമ്മൾ എന്ത് സാധനമാണെങ്കിലും, ഒരു കാറാണെങ്കിലും അല്ലെങ്കിൽ വീടാണെങ്കിലും എന്താണ്, നമ്മളത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് നമുക്ക് കൂടുതൽ കിട്ടുള്ളൂ. അതിനുള്ള ഈ കാറിനൊക്കെ പീരിയോഡിക്കൽ സർവീസൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഭയങ്കര വിഷമമായത് കണ്ടപ്പോൾ, കിച്ചൻ്റെ വീഡിയോ കണ്ടപ്പോൾ. വീഡിയോയിൽ പറയുന്നുണ്ട് കിച്ചനെ വിളിച്ച് സംസാരിച്ചിരുന്നു, കിച്ചന് എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു എന്ന് അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം. കിച്ചനെ വിളിച്ചപ്പോൾ എന്താ ഒരു ഫീൽ ചെയ്തത് അവന്റെ മനസ്സ്? കിച്ചനെ വിളിച്ചപ്പോൾ കിച്ചന് ഭയങ്കര ഫീലിംഗ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ കിച്ചൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ലെങ്കിലും കിച്ചന് അവിടെ വന്ന് നിൽക്കാൻ പറ്റാത്തതിലുള്ള വിഷമം, സ്വന്തമായിട്ടൊരു നല്ലൊരു വീടുണ്ടായിട്ട് അവിടെ സ്വാതന്ത്ര്യത്തോടുകൂടെ കിച്ചു അവിടെ ഒറ്റപ്പെട്ട, കിച്ചു മീൻസ് ലൈക്ക് കിച്ചു ആസ് എ സ്ട്രേഞ്ചറാണ് അവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട് അത് കിച്ചു ഒരു സ്ട്രേഞ്ചറാണ് ആ വീട്ടിൽ. അപ്പോൾ അത് കിച്ചുവിന് അതിൻ്റെതായ വിഷമങ്ങളുണ്ട്. പിന്നെ കിച്ചുവിൻ്റെ ഒരു അനിയനാണ്, കിച്ചുവിൻ്റെ അച്ഛൻ്റെ മകനാണ് റിതപ്പൻ. അതുകൊണ്ടാണ് ആരും ഇല്ലാത്ത സമയത്ത് ഒരു പക്ഷേ റിതപ്പനെ കാണണമെന്ന ഒറ്റ ആഗ്രഹം കൊണ്ട് അവനവിടെ പോയതും റിതപ്പനായിട്ടുള്ള വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തതും. കിച്ചുവിന് ഒരുപാട് വിഷമമുണ്ട് അവിടുത്തെ ആ സിറ്റുവേഷനൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു കിച്ചു അറിഞ്ഞുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആ വീടിൻ്റെ ഒരു അവസ്ഥ നാട്ടുകാർ കാണണം എന്നുള്ള രീതിയിലായിരിക്കും ഒരു പക്ഷേ വീഡിയോ ഷൂട്ട് ചെയ്ത് പുറത്തിട്ടുണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. ഒരു 10 months ആയി തോന്നുന്നുണ്ട് ഹൗസ് വാമിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ. ആ വീഡിയോ കഴിഞ്ഞപ്പോൾ എൻ്റെ ശോചനീയാവസ്ഥ നമുക്ക് മനസ്സിലായി. എന്തുകൊണ്ടായിരിക്കും അതൊരു മെയിൻ്റനൻസ് ഇല്ലാത്തത് കൊണ്ടാണോ അത് അത്രയും ഒരു ശോചനീയാവസ്ഥയിലേക്ക് ആ വീട് പോയിട്ടുണ്ടാവുക? അത് ഒരു വീഡിയോ കണ്ടിട്ട് ആ വീടിനെ നോക്കണില്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അതിൻ്റെ ലോജിക്ക് മനസ്സിലാവില്ല. ശരിയാണ്, ആ വീട്ടിലുള്ള ആളുകൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ വന്നിട്ട് വീഡിയോ ചെയ്യുന്നു ഇവരും വിചാരിക്കുന്നുണ്ടാവില്ല. ഈ ഒന്നാമത്തെ കാര്യം മഴക്കാലമാണ്. മഴക്കാലത്ത് ചിലപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരക്കുകൾ അവിടെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ആ ദിവസം, ചിലപ്പോൾ പിറ്റേ ദിവസം അവർ വൃത്തി